ഹായ് സുന്ദരീസ്, വെൽക്കം ടു അസ്വി വ്ളോഗ്സ്. ഇപ്പോൾ ഞാനൊരു ടൊമാറ്റോ സൂപ്പ് ഉണ്ടാക്കാൻ പോവാം കേട്ടോ. ഏട്ടൻ ഹോസ്പിറ്റലിലാണ്, അഡ്മിറ്റാണ്. അപ്പോൾ ഏട്ടന് കൊടുക്കാൻ വേണ്ടിയിട്ട് ആണ് കേട്ടോ ഉണ്ടാക്കണം, കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കണത്. ഹോസ്പിറ്റലിൽ നിന്ന് തരും ഫുഡ്, അടക്കമാണ് പേഷ്യൻറ്റിനുള്ള ഫുഡ് അവർ തരും. പക്ഷെ എന്നാലും അത് വെച്ചാൽ നമ്മുടെ ഫുഡല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഭയങ്കര പാടാണ് അത് കഴിക്കാനായിട്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാറുണ്ട്. ആദ്യത്തെ 2-3 ദിവസമൊക്കെ സാലഡ്സും അങ്ങനെ സൂപ്പും അങ്ങനെയൊക്കെ ആയിരുന്നു. ലാസ്റ്റ് ദിവസമായപ്പോൾ ഫുൾ ഓൺ മീലായിട്ട് തന്നെ കൊണ്ടുപോകാറുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് വേണ്ടാന്ന് പറയും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തക്കാളി സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തക്കാളി, ഒരു കഷ്ണം ക്യാരറ്റ്, കുറച്ച് കുരുമുളക്, ഒരു ബേ ലീഫ്, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, ഇത് എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് കുക്കറിലാക്കി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം കേട്ടോ. ഏട്ടന് ഫുഡിൻ്റെ കാര്യത്തിൽ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, എന്ത് വേണമെങ്കിലും കഴിക്കാം. UTI ഇൻഫെക്ഷൻ ആയത് കാരണം നമുക്ക് കുറച്ച് കാര്യമായിട്ടുള്ള ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് IV വഴി എടുക്കണമായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ അഡ്മിറ്റ് ആയത്. പിന്നെ ക്യാരറ്റും ബീൻസും ഞാൻ അരിയുണ്ട്, അത് ജസ്റ്റ് വേവിക്കണേ ഉള്ളൂ, തോരനാക്കുക അങ്ങനെ ഒന്നും ചെയ്യണില്ല കേട്ടോ, ജസ്റ്റ് വേവിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ അത് അരിഞ്ഞ് വെക്കുന്നുണ്ട്. ഇത് അപ്പോഴേക്കും വെന്തിട്ടുണ്ടായിരുന്നു, നമ്മൾ കുക്കറിൽ ടൊമാറ്റോ സൂപ്പിന് വേണ്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ബേ ലീഫ് അങ്ങോട്ട് എടുത്ത് മാറ്റാം. എന്നിട്ട് ഈ ഇതുണ്ടല്ലോ, ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് സെയിം കുക്കറിൽ നമുക്ക് ക്യാരറ്റും ബീൻസും ഒന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ. ഒരു തുള്ളി മാത്രമേ വെള്ളം ആഡ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുള്ള ടൊമാറ്റോ സൂപ്പിൻ്റെ ഇത് നമുക്ക് ആറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാവുന്നതാണ്. നമുക്കൊരു പാനിൽ കുറച്ച് ബട്ടർ, അതിലേക്ക് ലേശം കോൺഫ്ലവർ, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ടൊമാറ്റോ സൂപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട്. ഉണ്ണിയുണ്ട്, അമ്മയുണ്ട്. അപ്പോൾ ഈ കോൺഫ്ലവർ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് വെന്ത് വരട്ടെ, കളറൊന്ന് മാറുമ്പോഴേക്കും നമുക്ക് മിക്സിയിൽ ഈ ടൊമാറ്റോ സൂപ്പിൻ്റെ ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമുക്ക് അരിച്ചെടുക്കണം കേട്ടോ. നമുക്ക് ഒന്നും കൂടി വേണമെങ്കിൽ ഇത് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തെടുത്ത് ആദ്യം അരിച്ചെടുക്കാം. നമുക്ക് എന്തായാലും കുറച്ചധികം വെള്ളം വേണമല്ലോ, സൂപ്പല്ലേ. ഇതിലേക്ക് നമുക്ക് അതായത് ഈ പാനിലേക്ക് നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള ടൊമാറ്റോ സൂപ്പ് ഉണ്ടല്ലോ, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കോൺഫ്ലവർ ഉള്ള കാരണം ഇത് നന്നായിട്ട് കട്ട് ചെയ്ത് വരും. അപ്പോൾ നമുക്ക് എക്സ്ട്രാ വേറെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാവുന്ന കേട്ടോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണം, അളവ് വേണം എന്നൊക്കെ ഉള്ളതിനനുസരിച്ചിട്ട് കേട്ടോ. നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം. അതിനായിട്ട് നമുക്ക് ബട്ടർ പാനിലാക്കി കൊടുത്തിട്ട് ബ്രെഡ് നമുക്ക് കുറച്ച് ക്യൂബ്സ് ആക്കി അങ്ങനെ കുറച്ചധികം മുറിച്ചെടുക്കാം. കാരണം ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ബ്രെഡ് ക്രംസ്, ഇഷ്ടമായി. ഇമ്മക്കുട്ടിക്കൊക്കെ ഫേവററ്റ് ആണല്ലേ ഇമ്മക്കുട്ടി? അതെ. അപ്പോൾ ബ്രെഡ് ക്രംസ് ഇതാക്കി എടുത്തിട്ടുണ്ട്. ഏട്ടന് വേണ്ടിയിട്ടുള്ളത് ഞാൻ മാറ്റി വെച്ചു കേട്ടോ, ടൊമാറ്റോ സൂപ്പ്. എന്നിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ളതിൽ മാത്രമേ ഞാൻ ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നുള്ളൂ. എന്നെ സിമ്പിളായിട്ടുള്ളത് മതിയല്ലോ, അതുകൊണ്ട് ഫ്രഷ് ക്രീം ആഡ് ചെയ്യണമെന്നൊന്നുമില്ല, പക്ഷേ ആഡ് ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റ് അത്രയേ ഉള്ളൂ. അപ്പോൾ സൂപ്പിലേക്ക് കുറച്ചും കൂടി ഇത് പെപ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ബ്രെഡ് ക്രംസും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹലോ, കഴിഞ്ഞാ എങ്ങനെയുണ്ട് സൂപ്പ്? സോയാം. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പോവുകയാണ്, ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. പിന്നെ ബാഗൊക്കെ പാക്ക് ചെയ്തു. കുറച്ച് അധികം തന്നെ വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ കുട്ടി കുട്ടി പാത്രത്തിൽ ഇങ്ങനെ സാലഡും അങ്ങനെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഉപ്പേരിയും അങ്ങനെയൊക്കെ എല്ലാം എടുത്തിട്ടുണ്ട്. ഞാൻ 2 വീലറിലാണ് പോണത്, അനിയൻ കാറിൽ പോവും. അപ്പോൾ ഞങ്ങൾക്ക് സൗകര്യം, അവൻ രാത്രി അങ്ങോട്ട് കാറിൽ വരും, അപ്പോൾ ഞാൻ ഇങ്ങോട്ട് 2 വീലറിൽ തിരിച്ചു വരും. അതേ, ഞാൻ ഹോസ്പിറ്റലിലെത്തി. ചിക്കൻ ഫ്രൈ എന്ന് സങ്കല്പിക്കാം. ഇത് മട്ടൺ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ളൊരു പ്രത്യേകതരം ഡിഷാണ്. ഇത് പോർക്ക് റിബ്സ്, ചോക്ലേറ്റ്സാണ്, മറ്റേ യൂറോപ്യൻ ഇതാണ്. ഇത് സംഭവം ഹോസ്പിറ്റലിൽ ഫുഡൊക്കെ നല്ലതാണ്, പക്ഷെ നമ്മുടെ ടേസ്റ്റിനോട് ചേരുന്നതല്ലല്ലോ, അതിൻ്റെ ഒരു വ്യത്യാസമില്ലേ. വയ്യാണ്ടൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് ഉള്ളതല്ലേ കഴിക്കാൻ ഇഷ്ടമാവുക. അപ്പോൾ ഇത് വൈകിട്ടായിട്ടോ, സന്ധ്യ കഴിഞ്ഞു, ഉണ്ണി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇറങ്ങുകയാണ്, മഴ വരണേക്കാട്ടിനും മുന്നങ്ങട് പോകാൻ വിചാരിച്ചു. അപ്പോൾ അത് പിറ്റേ ദിവസമാണ്, ഇന്ന് ഡിസ്ചാർജ് ഡേ ആണ് കേട്ടോ. അയ്യോ, അപ്പോൾ അതുകൊണ്ട് ഞാനൊരു സ്പെഷ്യലും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് ഈ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട്. അപ്പോൾ അത് വോഫിളാണ് കേട്ടോ. ഏട്ടന് വേണ്ടിയിട്ടുള്ളതെല്ലാം ഓൾറെഡി ഉണ്ടാക്കി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഈ നമുക്ക് ആമസോണിൽ നിന്ന് വാഫിൾ മേക്കർ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഈ വാഫിൾ ബാറ്ററും മേടിച്ചു കേട്ടോ. രണ്ടും വെവ്വേറെയാണ് മേടിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് തന്നെ ബാറ്റർ ഉണ്ടാക്കാവുന്നതാണ്. ഇതാകുമ്പോൾ എന്താ വെച്ചാൽ ആ പൊടി എടുക്കുക, വേണമെങ്കിൽ മാത്രം ഷുഗർ എക്സ്ട്രാ ആഡ് ചെയ്യുക, എന്നിട്ട് അതിലേക്ക് പാലൊഴിച്ചിട്ട് കുറച്ച് തിക്ക് ബാറ്റർ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. തിക്ക് ബാറ്ററാണ് കൂടുതൽ നന്നാവുക വാഫിൾസ് ഉണ്ടാക്കുമ്പോൾ. ലൂസാവും തോറും അതെത്ര നന്നായി വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. എന്നിട്ട് വിസ്കർ വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക, ഒരു കട്ടയില്ലാത്ത രീതിയിൽ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് എനിക്ക് വാഫിൾസ് ഉണ്ടാക്കുമ്പോൾ ബെസ്റ്റായിട്ട് തോന്നിയിട്ടില്ല. ഇതിലും കട്ടിയാവുകയാണെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യൂട്ട് വാഫിൾ മേക്കർ. അല്ല നമുക്കുട്ടി ഇഷ്ടമായോ? ഹൗ ക്യൂട്ട് ഇസ് ദിസ്? ഗുഡ്, ക്യൂട്ട്. അപ്പോൾ ഈ വാഫിൾ മേക്കറിൽ ഫസ്റ്റ് നമ്മൾ പ്ലഗ് ചെയ്തിട്ട് അതിൻ്റെ കളർ ഗ്രീൻ വരുമ്പോൾ അതിൽ കുറച്ച് ബട്ടർ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ചൂടായി നിൽക്കുന്ന സമയത്തൊന്നും കൈ തൊടരുത്, കൈ പൊള്ളും. എന്നിട്ട് ഞാൻ ഭയങ്കര ചെറിയ കയ്യിൽ ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക, കാരണം ഇത് തനിയെ തന്നെ ഇങ്ങനെ സ്പ്രെഡായതിന് ശേഷം എഗെയിൻ ഒരു 30 സെക്കൻഡ്സ് ഒന്ന് വെയിറ്റ് ചെയ്യുക. സോ ദാറ്റ് നമ്മൾ ഇതിനെ അടയ്ക്കുമ്പോൾ ഈ ബാറ്റർ പുറത്തേക്ക് ചാടി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അടിഭാഗം ഒന്ന് വെന്തതിന് ശേഷമാണ് നമ്മൾ അടയ്ക്കണമെന്ന് വെച്ചാൽ നല്ലതാണ്. എന്നിട്ട് ഈ ഗ്രീൻ ലൈറ്റ് ഓഫായി കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് അത്ര ആയതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റോളം വെയിറ്റ് ചെയ്തു. ഇറ്റ് വാസ് ഗുഡ്, കുഴപ്പമില്ലായിരുന്നു കേട്ടോ, നന്നായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ അടുത്തതും ഉണ്ടാക്കിയത് ഇപ്പോൾ എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഏട്ടന് വേണ്ടിയിട്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഏട്ടന് വേണ്ടിയിട്ടൊരു കുഞ്ഞ് വോഫിളാണ് ഉണ്ടാക്കിയത്. ഇത് അത്ര ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഇമ്മക്കുട്ടിക്ക് എന്തായാലും കൊണ്ടുപോകാൻ വേണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ വോഫിൾസ് എല്ലാം ഉണ്ടാക്കി. ഇമ്മക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി അല്ലേ ഇമ്മക്കുട്ടി? I like waffles. അപ്പോൾ പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങോട്ട് ക്രിസ്പി ആവണില്ല. അത് മാത്രമേ എനിക്കൊരു കുഴപ്പം തോന്നിയുള്ളൂ. ഞാൻ പലതരത്തിലുണ്ടാക്കി നോക്കി, ഞാൻ തനിയെ ബാറ്റർ ഉണ്ടാക്കി അങ്ങനെ നോക്കി, വേറെ ബാറ്റർ മേടിച്ചിട്ട് നോക്കി, എന്നിട്ടൊന്നും അത്ര ക്രിസ്പി ആവുന്നില്ല എന്നുള്ളതൊരു പ്രശ്നം മാത്രമേ തോന്നി. പക്ഷേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് വൈറ്റ് ചോക്ലേറ്റ് കുറച്ച് മാത്രം ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വാഫിളിൽ. അതിന് ശേഷം നമ്മൾ എന്താ ആഡ് ചെയ്യണേ? കുറച്ച് സ്ട്രോബെറി സോസ്, എന്നിട്ട് ചോക്ലേറ്റ് സോസ് നമ്മളിങ്ങനെ ചെറുതായിട്ട് അതിൻ്റെ മീതെ ഇങ്ങനെ ഡ്രിസ്സിൽ ചെയ്ത് കൊടുക്കും അല്ലേ? അപ്പോൾ ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ്. ലുക്ക് സോ യം. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അതിൻ്റെ മീതെ അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ക്രിസ്പി ആവുന്നില്ല എന്നുള്ള കുഴപ്പം മാത്രമേ ഉള്ളൂ. ഞാൻ എന്തായാലും ഈ വാഫിൾ മേക്കറിൻ്റെ ലിങ്ക് ഇടാം. നമ്മൾ അസ്വി മലയാളം ചാനലിൽ ഇതിൻ്റെ റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടം. പിന്നെ ഞാൻ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വന്നു. ഡിസ്ചാർജ് ഡേ ആയതുകൊണ്ട് പിന്നെ ഒക്കെ നമ്മൾ ഇതാ ട്രിപ്പിൻ്റെ സാധനങ്ങളൊക്കെ സിസ്റ്റർ വന്ന് ഊരി വെച്ചു. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് നമ്മളിപ്പോൾ. ഭക്ഷണം മോര് കാച്ചിയത്, ഇന്നിപ്പോൾ ബീട്രൂട്ട് ഇതാണ് ഉണ്ടാക്കിയത്, സൂപ്പ്, ബീട്രൂട്ട് തോരൻ, പിന്നെ ചോറ്, സാലഡ്, പിന്നെ കഞ്ഞിവെള്ളം ഒക്കെ കൊണ്ടുവന്നു കേട്ടോ. നമ്മൾ വൈകിട്ടാണ് ഡിസ്ചാർജ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ ഡിസ്ചാർജ് ചെയ്യാൻ കേട്ടോ. ഇപ്പോഴാണ് എനിക്കൊന്ന് വ്ളോഗ് ചെയ്യാനുള്ളൊരു മനസ്സ് വരുന്നത്. അപ്പോൾ കഴിഞ്ഞു, എല്ലാ ഫോർമാലിറ്റീസും ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ പോവുകയാണ്. ലാസ്റ്റ് കോഴ്സ് ഓഫ് ആൻറ്റിബയോട്ടിക്കിൻ്റെ ലാസ്റ്റ് മരുന്ന് വരെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ എല്ലാ മരുന്നും സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി ഓറലി ഉള്ള ആൻറ്റിബയോട്ടിക് ഉണ്ട് കേട്ടോ. അത് 2 ആഴ്ച രാവിലെയും വൈകിട്ടും, പിന്നീട് 2 ആഴ്ച രാത്രി മാത്രം. അത് എടുക്കണം കഴിഞ്ഞു. ഇപ്പോൾ ആണ് ഉഷാറായി. ഉഷാറായില്ലേ? ഒരാഴ്ചത്തെ വനവാസം. അതായത് കറക്റ്റ് എന്നാ ട്യൂസ്ഡേ അഡ്മിറ്റ് ആയി, തിങ്കളാഴ്ച രാവിലെ ട്യൂസ്ഡേ രാവിലെ അഡ്മിറ്റായി. ഇതിപ്പോൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് നമ്മൾ ഡിസ്ചാർജായി പോണത്. അതും 2 ദിവസം മുമ്പ് നല്ല വയ്യായിക തുടങ്ങി. ഞായറാഴ്ച രാവിലെ മുതൽ സിവിയറായി, സാറ്റർഡേ വൈകിട്ട് മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ശരിക്ക് ഒരു 1.25 ആഴ്ച. അതെ, അയ്യോ. പക്ഷെ അമ്മയും ഉമ്മിയൊക്കെ ഭയങ്കര ഹെൽപ്പായിരുന്നു. ഇമ്മക്കുട്ടിയുടെ ക്ലാസ്സും എക്സാംസും ഒന്നും മിസ് ചെയ്യാണ്ട് നമ്മളിത് മാനേജ് ചെയ്തു എന്നുള്ളതാണ്. ഹോസ്പിറ്റലിൽ മാനേജ് ചെയ്തു. എന്തായാലും ഇപ്പം മാറിയില്ല, ഭാവമൊക്കെ മാറി, ഉഷാറായി.
പക്ഷെ ഇതൊക്കെ ഊരാനുണ്ട് കേട്ടോ. ഷോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഇതാക്കിയിട്ട് നമ്മുടെ ഒരെണ്ണത്തിൽ പാടുണ്ട്. 4 സ്ഥലത്തുണ്ട്. ചില സിസ്റ്റേഴ്സ് അടിപൊളിയാണ്. ഇവിടുത്തെ ഒരു മലയാളി സിസ്റ്റർ അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാവും. ഞങ്ങളിവിടെ പോകുമ്പോഴേ ഞാൻ എന്നോട് ഏട്ടാ ഈ സിസ്റ്റർ മലയാളിയാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ വന്നിട്ട് ആ സിസ്റ്റർ ഇങ്ങനെ വന്നത്. എന്നിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ എവിടെ നിന്നാണ് അത് ഇംഗ്ലീഷിലാട്ടോ ചോദിച്ചത്. ഫ്രം കേരള സിസ്റ്റർ നാട്ടിലെവിടെയാ. അത് ആദ്യം കേട്ടപ്പോൾ തന്നെ ഭയങ്കര സമാധാനമായി. അപ്പോൾ സിസ്റ്റർ അടിപൊളിയാണ് കേട്ടോ. ചിലർ കുത്തുമ്പോൾ അത്ര റെഡി ആവില്ല, കുറച്ച് സമയമൊക്കെ എടുക്കും. 3, 4, 5 പ്രാവശ്യമൊക്കെ കുത്തേണ്ടി വരും. വേദനയാണ്, പക്ഷെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും കഴിഞ്ഞു. നമ്മൾക്ക് പിന്നെ ഭാഗ്യത്തിന് റൂമൊക്കെ കിട്ടി. റൂം അവൈലബിൾ ആയിരുന്നു. ആകെ ഒറ്റ റൂമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആയി. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ പോവാണ്. എൻ്റെ മോൾക്ക് കണ്ടോ, ഞാൻ ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്ന് അറിയാം. പിന്നെ കുറേ ഡെഡ് ലൈൻസും ഒക്കെ ഉണ്ടായിരുന്നു, അതും തീർക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഡെഡ് ലൈനും ഓൾമോസ്റ്റ് ഞാൻ എല്ലാം ഫിനിഷ് ഓഫ് ചെയ്തു കേട്ടോ. പിന്നെ കുട്ടിയുടെ പരീക്ഷയും കൂടി ആയപ്പോൾ പൂർത്തിയായി എന്ന് വേണം പറയാനായിട്ട്. പക്ഷേ ഇപ്പോൾ പറഞ്ഞ അമ്മയും ഉണ്ണിയും ഒക്കെ ഉള്ള കാരണം ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്പായിരുന്നു. എനിക്കറിയില്ല, അമ്മയും ഉണ്ണിയും ഒന്നും ഇല്ലായിരുന്നു എങ്ങനെ അത് മാനേജ് ചെയ്യാന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ഇതിപ്പോൾ ഒരു ടെൻഷനും നമുക്ക് ഇമ്മക്കുട്ടിയുടെ കാര്യത്തിൽ. അമ്മ നോക്കിക്കോളും. പിന്നെ ഉണ്ണി ഇന്ന് പോകും കേട്ടോ. അവനിപ്പോൾ ഡിസ്ചാർജിൻ്റെ ഡേ വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിരുന്നു. ഞങ്ങൾ 1-2 ദിവസം എക്സ്ട്രാ എടുത്തു. എന്ന് വെച്ചാൽ ചൊവ്വാഴ്ച പോകാം. നമ്മളൊരു ഞായറാഴ്ച ഡിസ്ചാർജ് പ്രതീക്ഷിച്ചിട്ടേ. അപ്പം എല്ലാം ഭേദമായി. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ് ആൻഡ് സപ്പോർട്ട്. അതായിരുന്നു ഏട്ടൻ്റെ ഊർജ്ജം. അതെ, നമ്മുടെ അസ്വി ഫാമിൻ്റെ സ്നേഹമായിരുന്നു ഏട്ടൻ്റെ ഊർജ്ജം. ഇനി ഭക്ഷണമൊക്കെ കഴിച്ചാൽ റെഡിയാവും. ഇത്രയും നാള് ഭക്ഷണം വളരെ മിതത്വമായ ഭക്ഷണമായിരുന്നു. പക്ഷെ ഡോക്ടർ പറഞ്ഞു ഒന്നും നോക്കണ്ട, എന്ത് വേണമെങ്കിൽ കഴിച്ചോളാൻ പറഞ്ഞു. ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് വളരെ സിമ്പിൾ, എണ്ണയൊന്നും ഉപയോഗിക്കാതെ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഫുഡായിരുന്നു. അങ്ങനെ അത് പക്ഷേ ഏട്ടൻ ക്ഷീണിച്ചു. എനിക്ക് തോന്നുന്നു ഇതങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. കഴിച്ച് വണ്ണം കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും വണ്ണം കുറയാനായിട്ടും കഷ്ടപ്പെട്ടത്. അപ്പോൾ പിന്നെ കുറഞ്ഞ സ്ഥിതിക്ക് ഇതങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അത് മതി, വസുമതി കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ഇറങ്ങാണ്. അത്രയുള്ളൂ. ലവ് യു ഓൾസോ സോ മച്ച്. താങ്ക്സ് എ ലോട്ട് ഫോർ ഓൾ ദ ലവ് ആൻഡ് സപ്പോർട്ട് എഗെയിൻ. എല്ലാവരും നന്നായിട്ട് അന്വേഷിച്ചു. കുറേ അസ്വി ഫാമിലി ഡോക്ടേഴ്സൊക്കെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. താങ്ക് യു.